ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് കൊച്ചിയിലെ തമ്മനത്തുള്ള ഐഫോൺ ഫോബിയാസ് എന്ന കടയിലെ ഐഫോണിൻ്റെ ഒരു പ്രോ മാക്സ് 17 പ്രോ മാക്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൽ കാണിച്ചു തരാം. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഐഫോൺ വാങ്ങണമെന്ന് സ്വപ്നവും കാണുകയോ ആഗ്രഹിച്ചിട്ടോ ഒന്നുമില്ല. പൊതുവേ ഞങ്ങൾ 70-ലും 80-ലും ഒക്കെ ജനിച്ച് വളർന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഈ ആഡംബര വസ്തുക്കൾ അനാവശ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു പാക്കറ്റ് മിക്സ്ചർ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു അമ്മ ആയതിനു ശേഷം എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എൻ്റെ മക്കൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ വളരെയധികം ഒതുങ്ങി. പിന്നെ ഇപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചെങ്കിലും സെൽഫ് പ്രയോറിറ്റി നൽകി എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പരിഗണിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ എൻ്റെ ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് ഞാൻ ഈ ഒരു ഐഫോൺ എടുക്കുന്നത്. വീഡിയോ എടുക്കാനും എൻ്റെ റെക്കോർഡിങ്സ്, ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സിനും യൂട്യൂബ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ഐഫോൺ നല്ലതാണെന്ന് എൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഫോൺ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ ഐഫോൺ വാങ്ങാനായിട്ട് ഐഫോൺ ഫോബിയാസ് എന്ന് പറയുന്ന കടയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുകയായിരുന്നു, ഈ പൈസയ്ക്ക് സ്വർണം വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരാവശ്യം വന്നാൽ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു കരിയർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്രയും രൂപ കൊടുത്ത് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങുന്നത് ശരിക്കും വർത്താണ്. കാര്യം എനിക്ക് എൻ്റെ വീഡിയോസിന് ക്ലാരിറ്റി കൂടുകയും എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ റെക്കോർഡിങ്സിലൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കരിയർ വൈസ് നോക്കുമ്പം എനിക്ക് ഈ പൈസ വർത്താണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഉറപ്പായിട്ടും ഞാൻ ഈ ഐഫോൺ വാങ്ങാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഐഫോണാണിത്. ഐഫോൺ 17 പ്രോ മാക്സ് ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ ഐഫോൺ. ഇതിനു മുമ്പ് ഞാനൊരു ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത്ര കൺവീനിയൻ്റായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ വീണ്ടും സാംസങ്ങിലേക്ക് പോയി. തിരിച്ചിപ്പോൾ വീണ്ടും ഐഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. എൻ്റെ 54ാമത്തെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞാൻ ഈ ഐഫോൺ സ്വന്തമാക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളിതിൻ്റെ സ്ക്രീൻ ഗാർഡും പിന്നെ ബാക്ക് കവറും അങ്ങനത്തെ ആക്സസറീസൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. സ്വാഭാവികമായിട്ടും വില കൂടിയ ഫോണൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൂടി പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കവറുകളും ലെൻസിന് വരെയും നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളിവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇതിനിടയിൽ വീഡിയോ കോൾ വിളിച്ച് എൻ്റെ 2 മക്കളും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. പൊതുവെ അമ്മമാരുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മക്കൾക്ക് അവരുടെ സ്വന്തം സാധനം പോലെ ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് വളരെയധികം സന്തോഷമായി. അവരെന്നെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്തു. ഏതൊരാഘോഷങ്ങളും നമ്മൾ അവസാനിപ്പിക്കുക ആഹാരം കഴിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും നേരെ പോയത് കാലിക്കറ്റ് ടോപ്പ് ഫോമിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ്.
റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നല്ല ആംബിയൻസ് ആയിരുന്നു, കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങളൊരു സൂപ്പ് ആദ്യം ഓർഡർ ചെയ്തു. അത് സീ ഫുഡ് സൂപ്പാണ്. നല്ല ക്രീമി ആയിട്ടുള്ള കൊഞ്ചും കണവയും ക്രാബിൻ്റെയൊക്കെ നല്ല ഫ്ലഷ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആ സൂപ്പ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. ഒരു അത്യാവശ്യം കറികളൊക്കെയുള്ള നല്ലൊരു ഫിഷ് കറി മീൽസായിരുന്നു. കറികളെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ടുള്ളത്, നല്ല ക്വാണ്ടിറ്റി ഉള്ളതും ഒക്കെ ആയിരുന്നു. പൊതുവേ നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. പിന്നെ നമ്മളൊരു ജ്യൂസും കൂടെ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വ്ളോഗ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ വ്ളോഗാണ്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.